വിക്ടിമിനെ ഫീൽ ചെയ്യുക. 10 പേര് ഒരുമിച്ചിരുന്ന് വിക്ടിമിനെ സ്കാൻ ചെയ്യാമെന്ന് കരുതുകയുള്ളൂ. നമ്മളുടെ ഫേക്ക് ഐപിയിൽ കൂടെ റിക്വസ്റ്റ് പോയതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഹേ എവരിവൺ, ഞാൻ മൻ. ഞാനൊരു സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റാണ്. ഇതെൻ്റെ ഹാക്കിംഗ് ഫ്രം സീറോ ടു ഹീറോ ലെവൽ എന്ന പ്ലേലിസ്റ്റിൻ്റെ 16ാമത്തെ വീഡിയോയാണ്. ഇത് മുമ്പുണ്ടായിരുന്ന വീഡിയോയിൽ നമ്മൾ പഠിച്ചത് എങ്ങനെ ഒരു ഹാക്കർക്ക് നിങ്ങളുടെ ഡിവൈസ് സ്കാൻ ചെയ്ത് നിങ്ങളുടെ പോർട്സ്, അതായത് 65,535 പോർട്സ് ഉള്ളതിൽ നിങ്ങളുടെ മെഷീനിൽ റൺ ചെയ്യുന്ന സർവീസ് ഏതൊക്കെയാണ്, അതായത് FTP, HTTP, SMTP തുടങ്ങിയ പ്രോട്ടോകോൾസ് ഏതൊക്കെയാണ് കറൻ്റ് റണ്ണിങ് എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ എവിടെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന് അതിൽ നിന്ന് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത സെഷനിൽ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളല്ലാതെ അറ്റാക്കേഴ്സ് എങ്ങനെയാണ് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ഇൻ ഷോർട്ട്, ഈ ഒരു സെഷൻ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ 3 കാര്യങ്ങളാണ്. അതായത് എങ്ങനെ അറ്റാക്കർക്ക് നിങ്ങളുടെ OS റൺ ചെയ്യുന്ന സർവീസ്, അതായത് FTP പോലുള്ള സർവീസിൻ്റെ വേർഷൻ മനസ്സിലാക്കുന്നത്. അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. എങ്കിൽ മാത്രമേ അറ്റാക്കർക്ക് ആ ഒരു സർവീസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, എങ്ങനെ അവർക്ക് നിങ്ങളുടെ OS, നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ, ഇത് നമ്മൾ പഠിക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ അറ്റാക്കർക്ക് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള പേലോഡ്സ്, അതായത് മാൽവെയർസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇനി മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യം, എങ്ങനെ നിങ്ങളുടെ ഫയർവാൾ, ഇനി എല്ലാവരുടെയും OSൽ ഒരു ഫയർവാൾ ഉണ്ടാവാം. ഇൻ കേസ് നിങ്ങളൊരു വിൻഡോസ് മെഷീനാണ് റൺ ചെയ്യുന്നതെങ്കിൽ കൂടി നിങ്ങൾക്ക് ബൈ ഡിഫോൾട്ട് ഒരു ഫയർവാൾ ഉണ്ടാവാം. ഈ ഒരു ഫയർവാളിനെ അല്ലെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്ത ഫയർവാളിനെ എങ്ങനെ അറ്റാക്കർക്ക് ബൈപ്പാസ് ചെയ്യാൻ പറ്റുന്നു, എങ്കിൽ മാത്രമേ ഈ ഇൻഫർമേഷൻ അവർ കളക്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. സോ നമ്മൾ പഠിക്കുന്ന ഇൻഫർമേഷൻസ് വെച്ച് നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ വെച്ചാൽ നമുക്ക് എങ്ങനെ അറ്റാക്കർ നിങ്ങളുടെ ഡിവൈസ് സ്കാൻ ചെയ്യുന്നതാണ് പഠിച്ചത്. നമ്മൾ ഈ ഒരു കണ്ടൻറ്റോടെ പഠിക്കുമ്പോൾ മാത്രമേ നമ്മളുടെ വീഡിയോ കണ്ടൻറ്റ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. സോ ഇത് നമ്മുടെ സെക്കൻഡ് ടൈപ്പ് ഓഫ് അഡ്വാൻസ് സൈബർ പ്രാക്ടിക്കലാണ്. ഇനിയും പ്രാക്ടിക്കൽ സെഷൻ വരാനുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ നമുക്ക് നേരെ കണ്ടൻറ്റിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഇന്നത്തെ സെഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 കാര്യങ്ങളാണ്. അതായത് പാർട്ട് 1, എങ്ങനെയാണ് ഒരു അറ്റാക്കർ വിക്ടിമിൻ്റെ ഡിവൈസ് അല്ലെങ്കിൽ വിക്ടിമിൻ്റെ മെഷീനിലെ സർവീസസ്, അതായത് നിങ്ങളുടെ മെഷീനിലെ സർവീസ് എങ്ങനെയാണ് അറ്റാക്കർ ഫൈൻഡ് ചെയ്യുന്നത്. അതേപോലെ രണ്ടാമത്തെ കാര്യം, അതിൻ്റെ OS, അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ എങ്ങനെ ഒരു ഫയർവാളിനെ ബൈപ്പാസ് ചെയ്ത് നിങ്ങളുടെ ഇൻഫർമേഷൻ അറ്റാക്കർ കളക്ട് ചെയ്യുന്നു. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. സോ അറ്റ് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം എങ്ങനെയാണ് സർവീസ് അല്ലെങ്കിൽ നമ്മുടെ OSനെ അവർ മനസ്സിലാക്കുന്നതെന്നാണ്. സോ ഇവിടെ സർവീസ് എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ മെഷീനിൽ പോർട്ട് നമ്പർ 80 ഓപ്പൺ ആണ്. ഇത് പോർട്ട് നമ്പർ 80 HTTP പ്രോട്ടോക്കോളാണ്. ഇതിപ്പോൾ കറൻ്റ്ലി ഓപ്പൺ ആണ്. ഓക്കെ, സോ ഈ ഓപ്പണായ പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വെബ് പേജസ് റൺ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ മെഷീനിൽ ഇപ്പോൾ FTP പ്രോട്ടോക്കോൾ റണ്ണിങ് ആണ്. FTP പോർട്ട് നമ്പർ 20ലും 21ലുമാണ് റൺ ചെയ്യുന്നത്. സോ ഇത് ഓൺ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഫയൽസ് ഷെയർ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇതുകൊണ്ടാണ് ഈ പോർട്ട്സൊക്കെ ഓപ്പൺ ആകുന്നത്. ഇൻ കേസ് പോർട്ട് ക്ലോസ് ആണെങ്കിലോ നമുക്ക് ഫയൽ ഷെയറിങ് പോസിബിൾ ആകുകയില്ല. സോ ഈ ഒരു സർവീസ് ഇപ്പോൾ റൺ ചെയ്യുകയാണ്. ഇവിടെ എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത് നോക്കൂ, ഇവിടെ പോർട്ട് നമ്പർ 80 ഓപ്പൺ ആണ്. ഓക്കെ, ഇതിപ്പോൾ റൺ ചെയ്യുന്ന സെർവറാണ് അപ്പാച്ചി. ഈ അപ്പാച്ചി സെർവർ അതിൻ്റെ വേർഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുകയുള്ളൂ. പക്ഷെ നമ്മൾ അഡ്വാൻസ് സ്കാനിങ് മെത്തേഡിലൂടെ നമുക്ക് അതിൻ്റെ വേർഷൻ നമ്പർ 2.4.41 ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുക. സോ ഈ ഒരു കേസാണ് നമ്മൾ ഇവിടെ സർവീസ് ഏതാണെന്ന് മനസ്സിലാക്കുന്നത്. സോ ഇവിടെ സർവീസ് വേർഷൻ മനസ്സിലാക്കുന്ന സ്റ്റെപ്പാണിത്. സോ പ്രീവിയസ്ലി നമ്മൾ ഹാഫ് ഓപ്പൺ സ്കാൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് സ്വിച്ചസ്, അല്ലെങ്കിൽ നമ്മൾ ഫുൾ ഓപ്പൺ സ്കാനും ഹാഫ് ഓപ്പൺ സ്കാനും എക്സ്ട്രാ സ്കാൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു നമ്മളതിനകത്ത് സ്വിച്ചസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ. സ്വിച്ചസ് എന്ന് വെച്ചാൽ -ST, -SV, -SS, പിന്നെ -A. സോ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞ സ്വിച്ചസ്. ഈ ഓരോ സ്വിച്ചിനും ഓരോരോ ഫങ്ഷനാലിറ്റി ഉണ്ടെന്ന് നമ്മൾ ലാസ്റ്റ് സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ചെല്ലാം വരും സെഷനിൽ കൂടുതലായിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ അതുപോലൊരു സ്വിച്ചാണ് -SV എന്ന് പറയുന്നത്.
സോ -SV സ്വിച്ചാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ അർത്ഥം വേർഷൻ ഫൈൻഡ് ചെയ്യാനാണ്. സോ ഇങ്ങനെ വേർഷൻ ഫൈൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഏതാണ് അവർ റൺ ചെയ്യുന്ന വേർഷൻ. ലൈക്ക് 2.4.1 ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വേർഷൻ മനസ്സിലാക്കാൻ പറ്റും. സോ ഈ വേർഷനെ മനസ്സിലാക്കിയതിന് ശേഷമാണ് അറ്റാക്കർ ഇതിന് വൾനറബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റുക. നമുക്ക് nmap യൂസ് ചെയ്യുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് nmap എന്ന് പറഞ്ഞ കമാൻഡ് തന്നെയാണ്. -SV എന്ന് വെച്ചാൽ വേർഷൻ ഫൈൻഡ് ചെയ്യണം. അത് കൂടാതെ നമ്മൾ കൊടുക്കുന്നതാണ് IP അഡ്രസ്, അതായത് ടാർഗറ്റിൻ്റെ IP അഡ്രസ്. സോ ഇപ്പോൾ നമുക്ക് ഈ ഒരു സ്കാനിങ് കമ്പയർ ചെയ്യുമ്പോൾ അവർ റൺ ചെയ്യുന്ന പോർട്ട് നമ്പർ 80 ഇപ്പോൾ ഓപ്പൺ ആണ്, അതിൻ്റെ വേർഷൻ ഇതാണ് എന്നെല്ലാം പറഞ്ഞ് നമുക്ക് ഔട്ട്പുട്ട് വരും. ഇതാണ് അതിൻ്റെ ഒരു സ്റ്റെപ്സ്. ഇവിടെ nmapൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മൾട്ടിപ്പിൾ സ്വിച്ചസ് ഒരേ സമയം ഉൾപ്പെടുത്താൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ nmap യൂസ് ചെയ്യുകയാണ്. -SV -ST നമുക്കങ്ങനെ പലതരത്തിലുള്ള സ്വിച്ചസ് ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് T4 അല്ലെങ്കിൽ T0 to T5 വരെയുള്ള വാല്യൂസിൽ കൊടുക്കാൻ പറ്റും. ലൈക്ക് ഐ ടോൾഡ് ബിഫോർ, T0 എന്ന് വെച്ചാൽ സ്ലോ അല്ലെങ്കിൽ പാരനോയിഡ് ആണ്, വളരെ സ്ലോ ആണ്. എന്നാൽ T5 അഗ്രസീവ് സ്കാൻ അല്ലെങ്കിൽ ഇൻസൈൻ സ്കാൻ ആണ്. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് OS ഫിംഗർ പ്രിൻറ്റിങ്. സോ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ഫിംഗർ പ്രിൻറ്റിങ് എന്ന് പറയുമ്പോൾ. നമുക്ക് ഒരാളുടെ ഫിംഗർ പ്രിൻറ്റ് യൂസ് ചെയ്ത് അയാളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് പറയില്ലേ, അതുപോലെയാണ് OS ഫിംഗർ പ്രിൻറ്റിങ്. നമുക്ക് ഓരോ മെഷീനും നമുക്കിപ്പം അവിടെ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന OS വിൻഡോസ് ആണെന്ന് വിചാരിക്കുക, Windows 11 ആണെന്ന് വിചാരിക്കുക, Windows 11. സോ ഈ Windows 11 ഒരു അറ്റാക്കർ ചില പാക്കറ്റ്സ് അയക്കുമ്പോൾ Windows 11 റെസ്പോണ്ട് ചെയ്യുന്ന പോലെ ആയിരിക്കുകയില്ല Windows 10 റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ, സോ അതിൽ റെസ്പോൺസ് ഡിഫറൻസ് ഉണ്ടാവും. അതേപോലെ തന്നെയാണ് നമ്മൾ ഒരു വിൻഡോസ് മെഷീനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് തരുന്ന റെസ്പോൺസ് പോലെ ആകില്ല ഒരു ലിനക്സ് മെഷീൻ റെസ്പോൺസ് തരിക. ഓക്കെ, അതേപോലെ ആവില്ല ഒരു Mac OS റെസ്പോൺസ് തരിക. ഇതെല്ലാം ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഡിഫറൻസിലൂടെയാണ് അറ്റാക്കർക്ക് OS എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുക. സോ ഇവിടെ ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു റോങ് കമാൻഡ് റൺ ചെയ്യുകയാണ്, അല്ലെങ്കിൽ റോങ് പ്രോഗ്രാം റൺ ചെയ്യുകയാണ്. സോ എനിക്കറിയാം ഇതൊരു റോങ് അല്ലെങ്കിൽ ഇതൊരു എറർ ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. ഓക്കെ, സോ ഞാനിത് റൺ ചെയ്യുമ്പോൾ വിൻഡോസ് ഇപ്പോൾ എനിക്കൊരു പോപ്പപ്പ് വരികയാണ്, ഓക്കെ, ഒരു അലേർട്ട് തരികയാണ്. സോ ഈ ഒരു അലേർട്ട് ആവില്ല Mac OS വരുന്നത്, വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്തു CD1. ഇവിടെ ഞാനിപ്പോൾ എൻ്റെ ലിനക്സ് മെഷീൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മെറ്റാസ്പോർട്ടബിൾ OSൻ്റെയാണ് IP കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ TTL എന്നൊരു വാല്യൂ കാണും. TTL അതായത് ടൈം ടു ലീവ് എന്നൊരു വാല്യൂ വരുന്നുണ്ട് റെസ്പോൺസ്. സോ ഈ TTL മനസ്സിലാക്കുമ്പോൾ ഇത് കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു TTLൻ്റെ വാല്യൂ 54 ആണ്. ഓക്കെ, സോ ഇവിടെ ഞാനിപ്പോൾ ഒരു ലിനക്സ് മെഷീനിലോട്ടാണ് ഈ ഒരു സിങ്ക് റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു പിങ് റിക്വസ്റ്റ് അയക്കുമ്പോൾ എനിക്ക് ഇത് TTL വാല്യൂ 64 ആണെങ്കിൽ ഇതൊരു ലിനക്സ് OS ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് നോക്കൂ. ഞാൻ ഈ വിൻഡോസ് മെഷീനിൽ നിന്ന് വിൻഡോസിലേക്ക് തന്നെ പിങ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പിങ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടുന്ന TTL വാല്യൂ എന്ന് പറയുന്നത് 128 ആണ്. സോ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ 64 കിട്ടിയത് ഇതൊരു ലിനക്സ് OS ആയതുകൊണ്ടാണ്. ഓക്കെ, ഇവിടെ 128 കിട്ടിയത് ഇതൊരു വിൻഡോസ് OS ആയതുകൊണ്ടാണ്. സോ ഇങ്ങനെ ഒരു ചെറിയ കാര്യം കൊണ്ട് തന്നെ നമുക്ക് വിക്ടിമിൻ്റെ OS ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഫസ്റ്റ് ടൈം നമ്മൾ ഗൂഗിളിൻ്റെ കൊടുത്തപ്പോൾ നമുക്ക് റെസ്പോൺസ് ഒന്നും കിട്ടിയില്ല. അതിന് കാരണം ഗൂഗിളിന് കൃത്യമായി തന്നെ ഫയർവാൾ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്.
നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ അതേപോലെ പല ടെക്നിക്സ് അറ്റാക്കർ യൂസ് ചെയ്യും. സോ ഇവിടെ അറ്റാക്കർ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് OS ഫിംഗർ പ്രിൻറ്റിംഗ്. സോ ഇതിനെയാണ് OS ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത്. സോ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം nmap ഇത് വളരെ സിമ്പിളായ ഒരു കമാൻഡിലൂടെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ nmap -o എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിക്കുമ്പോൾ അത് OS ഫിംഗർ പ്രിൻറ്റ് ചെയ്യാനാണെന്ന് അതിൻ്റെ മീനിങ്. ഇതാണ് nmap ഉപയോഗിക്കുന്ന മറ്റൊരു സ്വിച്ച് -o. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവേഷൻ ടെക്നിക്സ് ആണ്. ഇതൊന്ന് വായിച്ച് നോക്കൂ. Evasion technique practical. Modern firewall and IDS or intrusion detection system can easily block a basic nmap scan. This flag teaches beginner how to whisper instead of shout. എന്ന് വെച്ചാൽ നമുക്ക് നോർമലി നമ്മൾ സ്കാൻ ചെയ്യുന്ന ഈ ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ഫയർബോളിനോ അല്ലെങ്കിൽ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റമിനോ നമ്മളുടെ സ്കാനിങ്ങിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ഉപയോഗം ഉണ്ടാവില്ല. ഇവിടെ നമുക്ക് പറയുന്നത് ഷൗട്ട് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ nmap ചെയ്യുമ്പോൾ ലാസ്റ്റ് സെഷനിൽ ഞാൻ വയർ ഷാർക്ക് എന്ന് പറയുന്ന ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മളുടെ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ സെൻഡ് ചെയ്യുന്ന സിംഗിൾ ഫ്ലാഗ്സും അതിന് റെസ്പോൺസും എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഇന്ന സിംഗിൾ സെക്കൻഡ് തൗസൻഡ്സ് ഓഫ് ഫ്ലാഗ്സാണ് നമ്മൾ സെൻഡ് ചെയ്തത്. ഇത്രയും ഫ്ലാഗ്സ് ഒരുമിച്ച് ചെല്ലുമ്പോൾ നോർമലി ഏതൊരു വിക്ടിമിനും അവർ മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ അലേർട്ട് അടിക്കും. അതായത് ഒരു സ്കാനിങ് നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ഇതുകൊണ്ട് തന്നെ ഈ ഒരു ടെക്നിക്ക് വളരെയേറെ ഡേഞ്ചറസ് ആണ്. ഇതുകൊണ്ട് തന്നെയാണ് ഞാനിത് ലൈവ് സൈഡിൽ ട്രൈ ചെയ്യലെന്ന് ആദ്യമേ തന്നെ പറയാൻ കാരണം. സോ അതുകൊണ്ട് തന്നെ ഇവിടെ വിസ്പർ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ അറ്റാക്കർക്ക് ഈ ഒരു ഷൗട്ടിങ്, അതായത് നമ്പർ ഓഫ് ഫ്ലാഗ്സ് സെൻഡ് ചെയ്ത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ഇവിടെ വിസ്പറിങ് കൊണ്ട് മീൻ ചെയ്തിരിക്കുന്നത്. സോ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ടെക്നിക്ക് വെച്ചിട്ട് അറ്റാക്കർക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ വിക്ടിമിനെ അത് മനസ്സിലാക്കാൻ പറ്റുകയില്ല. ഒരു ടെക്നിക്കാണ് ഈ പറഞ്ഞിരിക്കുന്ന പാക്കറ്റ് ഫ്രാഗ്മെൻറ്റേഷൻ. എന്താണ് പാക്കറ്റ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അയക്കുന്ന ഒരു പാക്കറ്റ് ഒരു ലാർജ് പാക്കറ്റാണ്. സോ ഈ ലാർജ് പാക്കറ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 1 KB ഉള്ള ഫയൽ എന്ന് വിചാരിക്കുക. 1 KB 1 KB. ഇതിനെ 1 KB ആയിട്ട് അയക്കാതെ ഇതിനെ പിന്നെ സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെ സൈസ് പിന്നെയും കുറയ്ക്കുകയാണ്. അല്ലെങ്കിൽ ഒരു 10 KBയുടെ ഫയലിനെ പിന്നെ സ്പ്ലിറ്റ് ചെയ്ത് സ്മോൾ ബൈറ്റ്സ് ആയിട്ട് അയക്കുകയാണ്. ഇതാണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു ലാർജ് പാക്കറ്റ് അയക്കുമ്പോൾ ഫയർവാളിന് അതിനെ ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു മെത്തേഡ് കാരണം നമ്മുടെ സ്കാനിങ് അവിടെ ഫെയിലാകും. സോ ഇത് ഒഴിവാക്കാനായിട്ടാണ് അറ്റാക്കർ എന്ത് ചെയ്യുന്നത്? അറ്റാക്കർ ഇതിനെ ഫ്രാഗ്മെൻറ്റ് ചെയ്യുന്നത്. സോ ഫയർവാൾ ഓഫൻ ലുക്ക് ദ സിഗ്നേച്ചർ ഓഫ് എൻ nmap scan in packet header by using -os. We split the header into several tiny 8 byte fragments, which means നമ്മളൊരു ലാർജ് പാക്കറ്റിനെ ടൈനി ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. സോ ഇവിടെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഈ സ്മോൾ ഫ്രാഗ്മെൻറ്റ്സ് വരുമ്പോൾ ഫയർവാളിന് ഇത് എന്തിനുള്ളതാണെന്ന് മനസ്സിലാവുകയില്ല. ഓക്കെ, ഫയർവാൾ ഇതിനെ പാസ് ചെയ്തോളാൻ പറയും. ഇതിനെ പാസ് ചെയ്യും. ഈ പാസ് ചെയ്ത പാക്കറ്റ്സ് ഫൈനൽ ഡെസ്റ്റിനിലെത്തുമ്പോൾ പിന്നെയും റീജോയിൻ ചെയ്ത് ഒരു സിംഗിൾ പാക്കറ്റായിട്ട് മാറും. അതായത് വലിയ പാക്കറ്റായിട്ട് മാറും. സോ ഇങ്ങനെയാണ് ഒരു ഫയർവാളിനെ ബൈപ്പാസ് ചെയ്യുന്നത്. അതിനുപയോഗിക്കുന്ന ടെക്നിക്കാണ് ഫ്രാഗ്മെൻറ്റേഷൻ. അതിൻ്റെ സ്വിച്ചാണ് -s. സോ ഇവിടെ nmap -f എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ഫ്രാഗ്മെൻറ്റ്സിന് ഇതിനെ ഈ ഒരു ലാർജ് പാക്കറ്റ്സിനെ എല്ലാം സ്മോൾ ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് യൂസിങ് ഡീകോയ്. സോ നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചൊരു കേസാണ് ഇവേഷൻ ടെക്നിക്സ്. അതിൻ്റെ സെക്കൻഡ് മെത്തേഡാണ് ഇപ്പോൾ പറയാൻ പോകുന്ന ഡീകോയ് മെത്തേഡ്. ഡീകോയ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു മെയിൻ, അതായത് അറ്റാക്കർ എന്ന് വിചാരിക്കുക, ഇത് വിക്ടിം. സോ അറ്റാക്കർ ഡയറക്റ്റ്ലി സ്കാൻ ചെയ്ത വിക്ടിമിന് അറ്റാക്കറെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. അറ്റാക്കർ അതിന് പകരമായിട്ട് ഒരു പ്രോക്സി യൂസ് ചെയ്യും, അതായത് ഒരു തേർഡ് പാർട്ടിയെ മിഡിൽ മാൻ ആക്കും. സോ ഇവിടെ വിക്ടിം നോക്കുമ്പോൾ കാണുന്നത് ആരെയാണ്? പ്രോക്സിയെ മാത്രമാണ്.
അറ്റാക്കർ സേഫ് സോൺ ആയിരിക്കും. ഇതാണ് ഡീകോയ് മെത്തേഡ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് ഹൈഡിങ് യുവർ സ്കാൻ, യു ഫ്ലഡ് ദ ടാർഗറ്റ് ലോഗ്സ് വിത്ത് ഫേക്ക് സ്കാൻ ഫ്രം other IP address. The target admins will see 10 different people scanning them at once and won't know which one of them is real you, which means ഇവിടെ അറ്റാക്കർ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക് എന്ന് വെച്ചാൽ ഒരു പേഴ്സണല്ല, അറ്റാക്കർ ഇവിടെ വിക്ടിമിനെ സ്കാൻ ചെയ്യുമ്പോൾ വിക്ടിമിന് ഫീൽ ചെയ്യുക 10 പേര് ഒരുമിച്ചിരുന്ന് വിക്ടിമിനെ സ്കാൻ ചെയ്യാമെന്ന് കരുതുകയുള്ളൂ. ഈ 10ൽ ഒരാൾ അറ്റാക്കറുമാണ്. ഓക്കെ, സോ ഇത്രയും പേരാണ് സ്കാൻ ചെയ്യുന്നത് മനസ്സിലാക്കുകയുള്ളൂ. സോ ഇതിലൊരു പക്ഷേ റിയൽ ടൈം നിങ്ങളുടെ ഓഫീസിലെ മെഷീൻസ് ഉണ്ടാവാം. ഓക്കെ, സോ അറ്റാക്കർക്ക് ഇവിടെ ഈ ഇൻഫർമേഷൻ ഡാറ്റ കിട്ടുകയും ചെയ്യും. സോ നമ്മളുടെ റിപ്ലൈ പോകുന്നത് ഈ 10 മെഷീനിലേക്കായിരിക്കും. ഈ കൂടെ അറ്റാക്കർക്കും റിപ്ലൈ കിട്ടും. ഓക്കെ, സോ ഇവിടെ വിത്തിൻ കൺഫ്യൂസ് ആവും ആരാണ് അറ്റാക്കറിനെ. ഇതൊരു ഡീകോയ് മെത്തേഡാണ്. ഇവിടെ നമുക്ക് ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ സിൻടാക്സ് എന്ന് വെച്ചാൽ nmap -d. നമുക്ക് ഒരു IP അഡ്രസ്സ് കൊടുക്കാം, കോമ വേറൊരു IP കൊടുക്കാം. പിന്നീട് നമ്മളുടെ IP ഇതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് me എന്നൊരു കമാൻഡ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ IP കൊടുക്കുക. ഓക്കെ, സോ ഇതാണ് ടെക്നിക്ക്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ me refers your real IP address. സോ നമുക്കിവിടെ കൊടുത്തിരിക്കുന്ന IP അഡ്രസ്സ് നോക്കൂ. ഇത് പ്രോക്സിയാണ്, ഇത് നമ്മളുടെ IP അഡ്രസ്സാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ nmap കമാൻഡ്. ഇത് കൂടാതെ നമുക്കൊരു മെത്തേഡ് കൂടെ നമുക്ക് മറ്റൊന്നുകൂടെ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മളിപ്പോൾ me അല്ലെങ്കിൽ നമ്മുടെ 10 IP അഡ്രസ്സ് കൊടുക്കുന്നതിന് പകരമായി നമുക്ക് nmap മൈനസ്, സോ ഇവിടെ d കൊടുത്തിട്ട് RND കൊടുക്കുകയാണെങ്കിൽ റാൻഡം എന്നതിൻ്റെ മീനിങ് നമുക്ക് 5 കൊടുക്കുകയാണെങ്കിൽ 5 മെഷീൻ IP അഡ്രസ് റാൻഡംലി ജനറേറ്റ് ആയി കൊടുക്കും. പിന്നെ നമുക്ക് വിക്ടിമിൻ്റെ IP കൊടുത്താൽ മതി. ഓക്കെ, സോ ഇവിടെ റാൻഡംലി 5 IP അഡ്രസ് nmap ആഡ് ചെയ്യുള്ളൂ. നമ്മൾ 1 by 1 ആയിട്ട് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവുകയില്ല. അപ്പോൾ നമ്മളുടെ തിയറിറ്റിക്കൽ ടോപ്പിക് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി നേരെ പ്രാക്ടിക്കലിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് നമ്മളുടെ പ്രാക്ടിക്കലിലോട്ട് കിടക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ടെർമിനൽ ഓപ്പൺ ചെയ്യുകയാണ്. അവിടെ സുഡോ പെർമിഷൻ കൊടുത്ത് റൂട്ട് യൂസർ ആവുകയാണ്. ഇനി നമ്മളുടെ വിക്ടിം ആയിട്ടുള്ള നമ്മളുടെ മെഷീൻ, അതായത് നമ്മളുടെ മെറ്റാസ്ഫെറിബിൾ OSനെ റെഡിയാക്കുകയാണ്. സോ പ്രീവിയസ് ലാബ് ചെയ്ത പോലെ തന്നെ വിക്ടിം ഉണ്ട്, അതേപോലെ നമ്മളുടെ അറ്റാക്കറും ഉണ്ട്. ഓക്കെ, സോ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമുക്ക് നമ്മളുടെ വിക്ടിമിൻ്റെ IP അഡ്രസ് ഇവിടെ കാണാം. സോ എൻ്റെ വിക്ടിം മെഷീനെ ഞാൻ അറ്റാക്ക് ചെയ്യുകയല്ല, അതിൻ്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പോവുകയാണ്. സോ അറ്റ് ഫസ്റ്റ് ഞാൻ നോർമലി ചെയ്യുന്ന ഒരു ഹാഫ് ഓപ്പൺ സ്കാൻ അല്ലെങ്കിൽ ഫുൾ ഓപ്പൺ സ്കാൻ കാണിച്ചു തരാം. nmap -ST ആണ് നമ്മളുടെ ഫുൾ ഓപ്പൺ സ്കാൻ്റെ സിൻടാക്സ്. അത് കൂടാതെ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് T4 കൊടുത്ത് ഒരു ഫാസ്റ്റ് സ്കാനിങ് ഉപയോഗിക്കാം. T4 പിന്നീട് IP അഡ്രസ് 110.134.186.90. സോ പ്രസ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്ത് IP അഡ്രസ്സിനെല്ലാം ഫൈൻഡ് ചെയ്യും. സോ ഇത് കണ്ടില്ലേ, നമ്മളുടെ പോർട്ടിനെ എല്ലാം ഫൈൻഡ് ചെയ്യും. ഇവിടെ മുമ്പത്തെ പോലെ തന്നെ 23 ഓപ്പൺ പോർട്ട്സ് ഉണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്, പോർട്ട് പ്രോപ്പർ ആണോ എന്ന് മാത്രമേ ഫൈൻഡ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. എന്നാൽ നമുക്ക് ഒരു അഡ്വാൻസ് സ്കാനിങ് ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് ഞാൻ ഇപ്പോൾ കറണ്ട് സ്ക്രീൻ ക്ലിയർ ചെയ്യുകയാണ്, എന്നിട്ട് ഇതേ കമാൻഡിൻ്റെ കൂടെ ജസ്റ്റ് 1 more സ്വിച്ച് ആഡ് ചെയ്യുകയാണ്. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞിരുന്ന -SV. സോ -SV ഉപയോഗിക്കുമ്പോഴത്തേന് ജസ്റ്റ് പ്രസ് എൻ്റർ. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന സ്കാനിങ് വെച്ച് നമുക്ക് വിക്ടിമിൻ്റെ വേർഷൻ, അതായത് സർവീസിൻ്റെ വേർഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ സ്കാനിങ് ഈസ് ഇൻ പ്രോഗ്രസ്.
നോക്കൂ, ഈ ഒരു ഔട്ട്പുട്ടിൽ വേർഷൻ, അതായത് കൃത്യമായി എഫ് ടി പിയുടെ വേർഷൻ എന്താണെന്ന് പറയുന്നുണ്ട്. 2.3.4. അതേപോലെ എസ് എസിൻ്റെ വേർഷൻ അതും കൃത്യമായി പറയുന്നുണ്ട്. സോ ഇങ്ങനെ കൃത്യമായ സർവീസിൻ്റെ വേർഷൻ മനസ്സിലാക്കാൻ പറ്റുന്ന സ്കാനിങ് ആണ് വേർഷൻ സ്കാൻ. ഇതിലൂടെ നമുക്ക് വിക്ടിമിൻ്റെ മെഷീനിലെ സർവീസിൻ്റെ വേർഷൻ ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് എക്സ്പോർട്ടിൻ്റെ മുൻപുള്ള ഒരു മെയിൻ സ്റ്റെപ്പ്. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒ എസ് ഡിറ്റക്ഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഒ എസ് ഡിറ്റക്ഷൻ എന്ന് വെച്ചാൽ. അതായത് നമുക്കിപ്പോൾ പറഞ്ഞ സ്കാനിങ് മെത്തേഡ് വെച്ച് നമുക്ക് ഏത് വേർഷൻ ആണെന്ന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഇനിയും വിക്ടിമിൻ്റെ ഒ എസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇതിനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് സ്വിച്ചാണ് -O. ഈ ഒരു കമാൻഡിൽ നമുക്ക് ഇതെല്ലാം റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് -O കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ഒ എസ് സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ ഒ എസ് എന്താണ്, ലിനക്സ് ഒ എസ് ആണെന്നും അതിൻ്റെ വേർഷൻ 2.68 മുതൽ 2.633 വരെയുള്ളതിൽ ഏതോ ഒന്നാണെന്നും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കേർണൽ 2.6 ആണെന്നും തുടങ്ങിയ ഇൻഫർമേഷൻസ് എല്ലാം ക്ലിയറായി നമുക്ക് മനസ്സിലാക്കാൻ തരുന്നുണ്ട്. സോ ഇതാണ് നമ്മളുടെ ഒ എസ് ഡിറ്റക്ഷൻ സ്കാൻ. ഓക്കെ, സോ ഇതിലൂടെ നമുക്ക് വിക്ടിമിൻ്റെ ഒ എസ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ എല്ലാ കേസിലും ഇത് കൃത്യമായി തന്നെ നമുക്ക് ഒ എസ് ഇല്ലാണെന്ന് പറയണമെന്നില്ല. പക്ഷേ അത് നമുക്ക് പറയാൻ ചാൻസ് വെച്ചാൽ 96% ഇത് വിൻഡോസ് ഈ ഒരു ഒ എസ് ആണെന്ന് പറയും. ഇതാണ് അതിൻ്റെ രീതി. ഇനി നമ്മൾ പഠിച്ചിരുന്ന തേർഡ് പാർട്ട്, അതാണ് നമ്മൾ പറഞ്ഞിരുന്നത് ഈവേഷൻ. അതായത് നമുക്ക് എങ്ങനെയാണ് ഒരു അറ്റാക്കർ ഒരു ഫയർവാളിനെ ഈവേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫയർവാളിനെ ബൈപ്പാസ് ചെയ്യുന്നതെന്നാണ് പഠിച്ചിരുന്നത്. നമ്മൾ 2 ടെക്നിക്സാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മൾ പാക്കറ്റ്സിനെ സ്മോൾ പാക്കറ്റ്സ് ആയിട്ട് അയക്കുന്നതാണ്. സോ അത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, മുമ്പത്തെ സെയിം കമാൻഡ് ഒന്നുകൂടെ കൊടുത്തതിന് ശേഷം -F അല്ല -F കൊടുക്കുക. പിന്നീട് ഇവിടെ നോക്കൂ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് -F കൊടുക്കുകയാണെങ്കിൽ ടൈനി ബിറ്റ്സ് ആയാണ് അയക്കുകയാണ്. സോ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. -ST കൊടുത്തു, -F കൊടുത്തു, വിക്ടിം മെഷീൻ കൊടുത്തു. നമുക്കിത് ജസ്റ്റ് വാഷൊക്കെ എടുത്ത് അവൻ്റെ റിസൾട്ട് ഒന്ന് മോണിറ്റർ ചെയ്തേക്കാം. വിക്ടിം മെഷീൻ ആയതുകൊണ്ട് ഞാൻ ഇഥർനെറ്റ് 0 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ പിന്നീട് ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ചിരിക്കുകയാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കൂ 7.1 നിന്ന്, അല്ലെങ്കിൽ ഇവിടെ നോക്കൂ 7.1 നിന്ന് 9.2 3 പാക്കറ്റ്സാണ് ഒരുമിച്ച് അയച്ചിരിക്കുന്നത്. അതായത് ഒരു സിംഗിൾ പാക്കറ്റിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് അയച്ചിരിക്കുന്നത്. നോക്കൂ, 2 സിംഗിൾ ഫ്ലാഗ്സ് അറ്റ് എ ടൈം. ഇവിടെ നോക്കൂ, നമുക്കിത് വളരെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ കൂടുതൽ ട്രാഫിക് ഉണ്ടാവും, പക്ഷേ നമുക്ക് അപ്പോഴും നമ്പർ ഓഫ് പാക്കറ്റ്സ് ലെസ് ആയിരിക്കും. സീരീസ് ഇവിടെ നമ്പർ ഓഫ് പാക്കറ്റ്സ് കൂടുതലാണ്. സോ കൂടുതൽ ട്രാഫിക് ഉണ്ടായിരിക്കും, എങ്കിലും നമുക്ക് റിസൾട്ട് ഉണ്ടാവും. നമ്പർ ഓഫ് പാക്കറ്റ്സ് എപ്പോഴും കൂടുതലാണ്. ഇങ്ങനെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും ഏതാണ് വിക്ടിമിൻ്റെ ഒ എസ് എന്ന്. എന്നാൽ മറ്റൊരു സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്
-ST അല്ലാതെ നമ്മൾ അടുത്ത സ്റ്റെപ്പാണ് ചെയ്യാൻ പോകുന്നത്. -D, അതായത് ഡീകോഡ് ഉപയോഗിക്കാൻ പോവുകയാണ്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ -D കൊടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒരു IP കൊടുക്കാൻ 192.168.10.10 ഇങ്ങനൊരു IP ആണ് നെറ്റ്വർക്കിലില്ല. അതേപോലെ 192.168.10.111. ഓക്കെ. സോ ഇതിന് ശേഷം ലാസ്റ്റ് ഞാൻ കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ വിക്ടിമിൻ്റെ IP അഡ്രസ്. ഇനി ഞാൻ എൻ്റർ പ്രസ് ചെയ്യുകയാണെങ്കിൽ നൗ നമുക്കിവിടെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ മെഷീൻ IP അഡ്രസ് 71 ആണ് എൻഡിങ്. ഇവിടെ ഞാൻ കൊടുത്ത IP അഡ്രസ് എന്ന് പറയുന്നത് 10.10ഉം 1.11ഉം ആണ്. ഇവിടെ ഞാൻ കൊടുത്ത IP അഡ്രസ് നിങ്ങൾക്ക് കാണാം. 10.10ഉം 1.11ഉം. സോ ഇങ്ങനെ ചെയ്തപ്പോൾ നമ്മളുടെ ഫേക്ക് IPയിൽ നിന്ന് കൂടെ റിക്വസ്റ്റ് പോയതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ റിസൾട്ട് ഇൻ കേസ് നമ്മളുടെ നെറ്റ്വർക്കിൽ ഈ ഒരു IP ഉണ്ടെങ്കിൽ റിസൾട്ട് അവർക്ക് പോകും. സോ അവർക്കും ട്രാഫിക് കൂടും, നമുക്ക് നമ്മുടെ റിസൾട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് നമ്മുടെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളുടെ മെഷീൻ. നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഒപ്പം നമ്മളുടെ കൊടുത്ത പ്രോക്സിക്ക് റിക്വസ്റ്റ് അല്ലെങ്കിൽ റിപ്ലൈ പോയിട്ടുണ്ട്. സോ ഇതൊരു വൺ മെത്തേഡാണ്. ഇവിടെ ഞാൻ ക്ലിയർ ആയിട്ട് കൊടുത്തത് എന്താണ്, IP അഡ്രസ് കൊടുത്തു. എന്നാൽ നമുക്ക് ഈ IP അഡ്രസ് കൊടുക്കാതെ തന്നെ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് അറ്റാക്ക് ചെയ്യേണ്ട IP അഡ്രസ് കൊടുക്കാതെ ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഞാൻ ഒരു കാര്യം ചെയ്തില്ല. ഇവിടെ ഞാൻ എൻ്റെ IP അഡ്രസ് മെൻഷൻ ചെയ്തിട്ടില്ല. സോ എൻ്റെ IP കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മീ എന്ന് കൊടുത്താൽ മതി. സോ നമുക്കിവിടെ 1.1.1 കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ME കൊടുക്കുകയാണെങ്കിൽ എൻ്റെ IPയും ഉൾപ്പെടുത്താനാണ് അതിൻ്റെ മീനിങ്. സോ ഇത് ഞാൻ ജസ്റ്റ് പ്രസ് എൻ്റർ ചെയ്താലും സെയിം ഓപ്പറേഷനാണ് നടക്കുക. നമുക്ക് റിസൾട്ട് വരും. നമ്മൾ കൊടുത്ത ഫേക്ക് IPക്ക് റിക്വസ്റ്റ് പോകും. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഡീകോഡ് ഇൻ അഡ്വാൻസ്ഡ്. സോ ഇവിടെ ഞാൻ എല്ലാം മായ്ച്ചു കളയുകയാണ്. പകരം ഞാൻ RND എന്ന് കൊടുക്കുകയാണ്. RND എന്ന് വെച്ചാൽ റാൻഡം 5, അതായത് റാൻഡംലി 5 IP ജനറേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഞാനിവിടെ വേറെ IP ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. ജസ്റ്റ് എൻ്റെ പ്രീവിയസ് സയൻറ്റിസ്റ്റ് ഫെയർ ചെയ്തിട്ട് ഒന്ന് എൻ്റർ അടിക്കുകയാണ്. സോ ഇപ്പോൾ നമ്മളുടെ മെഷീനിൽ നിന്ന് നോക്കൂ, റാൻഡംലി ഏതൊക്കെയോ IP അഡ്രസ് കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ IP അഡ്രസ് അവിടെ പറയുന്നുണ്ട് 171, അത് കാണുന്നുണ്ട്. എന്നാൽ അത് കൂടാതെ വേറെ ഏതൊക്കെയോ IP അഡ്രസ് റാൻഡംലി എണ്ണപ്പ് കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെ നമുക്ക് നമ്മളുടെ ടാർഗറ്റിനെ കൺഫ്യൂസ് ചെയ്യാൻ പറ്റി. ഞാൻ കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് 5 ആയതുകൊണ്ടാണ്. നമുക്ക് 100 അത് കൂടുതൽ കൊടുക്കാം, ഇതിലൊരു പ്രശ്നവുമില്ല. അപ്പോൾ ട്രാഫിക് കൂടുമെന്ന് മാത്രം. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എൻആപ്പ് സ്കാനിങ്ങിൻ്റെ അഡ്വാൻസ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. അടുത്ത സെഷനിൽ നമ്മൾ മറ്റ് ചില ഇൻട്രസ്റ്റിംഗ് എൻട്രൻസുമായിട്ട് വീണ്ടും കാണാം.